അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷരീഖ് കിച്ചൺ ആൻഡ് ട്രാവലർ. അപ്പോൾ ഇതാ ഞാനിതാ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ താഴെയാണ്, കാണിച്ചു തരാം. ഇപ്പോൾ കുറേ നാളത്തെ ഒരാഗ്രഹമായിരുന്നു എനിക്കിവിടെ വന്നിട്ട് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന്. പക്ഷേ സമയവും സാഹചര്യവും ഒന്നും അതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇപ്പം ഇതാ നിങ്ങളിവിടെ എത്തി. മാഷാ അല്ലാ, അടിപൊളിയാണ് കേട്ടോ, ഫുള്ള് ഇല്ല. ഇവിടേക്ക് മെട്രോ ഉണ്ട് കേട്ടോ, എമറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷൻ ഉണ്ട്. വണ്ടിയില്ലാത്തവർക്കൊക്കെ വരാൻ നല്ല സൗകര്യമാണ്. ഇനി അകത്തോട്ട് കയറി നോക്കട്ടെ. ഇവിടെ ഇതാ വേണ്ട റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചത് അടിപൊളിയാണ്. സെയിം ഇപ്പം ഇതാണ്ട ബാക്കിലാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. ഇതേണ്ട എൻ്റെ സ്കെച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്ട. വാ ഇതാണ് ഫീച്ചർ മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകൾ. ഇവിടെ കൗണ്ടറുകളൊക്കെ ഉണ്ട്. ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇവിടെ കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കച്ചവടക്കാരാണെങ്കിലും എടുക്കാൻ പറ്റാത്ത വിലയായിരിക്കും. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ കയറാം കേട്ടോ. അതാ കുറച്ച് ഫസ്റ്റ് ഫ്ലോറിലെല്ലാം കയറാം. ഇതെല്ലാം ടിക്കറ്റ് എടുത്ത് കയറണം. ഇതെല്ലാം ടിക്കറ്റ് എടുക്കണം. ഇവിടെ കയറണം ഫസ്റ്റ് ഫ്ലോർ. ഇങ്ങോട്ട് ടിക്കറ്റിന് എത്ര റേറ്റ് കൂടി? നല്ല ക്യൂ ഉണ്ട്. നല്ല ക്യൂ ഉണ്ട്. അന്ന് കണക്കിലധികം തിരക്കുണ്ടായിരുന്നു. കാരണം ഡിസംബർ മാസമല്ലേ, അപ്പോൾ നാട്ടിൽ നിന്ന് വന്ന വിസിറ്റേഴ്സും ഈ ടൂറിസ്റ്റുകളുടെ ഒരു നല്ലൊരു തിരക്ക് തന്നെ അവിടെ കാണാൻ പറ്റി. നമ്മളൊരു ടിക്കറ്റ് നോക്കുമ്പോഴത്തേക്ക് ടിക്കറ്റ് അടുത്ത ഒരു 10 ദിവസം 15 ദിവസത്തേക്ക് അവിടെ ബുക്കിംഗ് ആയിരുന്നു. അങ്ങനെ ടിക്കറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മുകളിലോട്ട് പോകാൻ കാണാനൊന്നും. അപ്പോൾ ഇത് ഇവിടുത്തെ ഈ ഫ്യൂച്ചർ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ദുബായിലത്തെ അടുത്ത കുറേ വർഷങ്ങൾക്ക് ഉള്ളിൽ വരാൻ പോകുന്ന വികസനങ്ങളൊക്കെയാണ് ഇതിൽ അവർ പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയൊരു പ്രാവശ്യം അകത്ത് പോയിട്ട് വീഡിയോസ് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നിട്ട് പുറത്തുള്ള കാഴ്ചകളാണ്. ടിക്കറ്റൊന്നും ഇല്ലല്ലോ. പിന്നെ ഞങ്ങളവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അധികം നിന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, തിരിച്ചു. നല്ല രസമുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ തന്നെ നല്ല അടിപൊളിയാണ് കാണാൻ. നൈറ്റിലാണ് അധികവും ഇങ്ങനെ ഓരോരോ അക്ഷരങ്ങളും ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ട്, കാണുന്നില്ലേ? നല്ല അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. പിന്നെ എന്താ പറയാൻ, അവിടെ അങ്ങോട്ട് മെട്രോയും ഉണ്ട്. മെട്രോയ്ക്ക് പോയിട്ട് അതിൻ്റെ അകത്തിൽ തന്നെ മെട്രോ സ്റ്റേഷന് ഇറങ്ങിയിട്ട് അതിൻ്റെ ആ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തന്നെയാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഒരുപാട് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. അവിടെ ലിഫ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് പേരെ അവർ കയറ്റി മുകളിലോട്ട് വിടുന്നുള്ളൂ. പിന്നെ അവർ പോയവർ തിരിച്ച് വന്നിട്ട് അടുത്ത 4 പേര് വിടും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എടുക്കും. പക്ഷേ ടിക്കറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. 150 ദിറംസാണ് ടിക്കറ്റിന്.
ഈ റെസിഡൻസുകാർക്ക് ഓൺലൈനൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ എന്തോ ചെറിയൊരു ഇളവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് പുറത്തലത്തെ കാഴ്ചയാണ്. മെട്രോ പോകുന്നതൊക്കെ കാണാം. മെട്രോ സ്റ്റേഷൻ്റെ ആ ഒരു കണ്ട അവിടെ നേരെ മെട്രോൻ്റെ നേരെ തൊട്ട് തന്നെയാണ്. പോകുന്നവർക്കൊക്കെ നല്ല സൗകര്യമുണ്ട് പോകാനും. വണ്ടിയില്ലെന്ന് വന്നിട്ട് പോകാണ്ടിരിക്കണ്ട. സമയം കിട്ടുന്നവരും പോകാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കാണണം. അപ്പോൾ ഇതൊക്കെ ഒരു പുതിയ പുതിയ അനുഭവങ്ങളാണ്. ഇനിയും ഒരുപാട് വർഷങ്ങൾക്ക് ഉണ്ട് ഇങ്ങനെ ദുബായ് ഞാൻ വന്ന് ആ ദുബായ് അല്ല ഇന്നുള്ളത്. കാരണം വികസനങ്ങൾ കൊണ്ട് ഓരോ ദിവസവും നമ്മളിങ്ങനെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോരോ വികസനങ്ങൾ കൊണ്ട് ഇങ്ങനെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും നല്ലൊരു കാഴ്ചകളാണ് ഈ ദുബായ് നഗരം നമുക്ക് സമ്മാനിക്കുന്നത്. പിന്നെ ഞങ്ങൾ അധികം നിന്നിട്ടില്ല കേട്ടോ. പിന്നെ വീട്ടിലോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് പിന്നെ സത്വയിൽ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ പിന്നെ ഇതൊക്കെ ചായയും സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് ഫലൂദൊക്കെ വാങ്ങി കഴിച്ചിട്ട് പിന്നെ വീട്ടിലോട്ട് തിരിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ബായ്.